സംരക്ഷിക്കാത്ത ഒരു നിലപാടെന്ന് പറയുന്നത് ഇടതുപക്ഷ നിലപാടല്ലെന്ന്. നമ്മൾ ആധുനികീകരിക്കുമ്പോൾ ഇന്ത്യയെ പറയാം, ബാക്കിയുള്ളവരും പട്ടിണി കിടന്നാൽ എങ്ങനെ വേണമെങ്കിൽ പോയിക്കോട്ടെ, ഇടതുപക്ഷത്തിന് പറയാൻ പറ്റില്ല. 2016 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ 1000 രൂപ പെൻഷൻ കൊടുക്കുന്നില്ലേ പറഞ്ഞത്? 1600 കൊടുത്തത്. ഈ 1600 UDF ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊടുത്ത 100 രൂപ അല്ലാതെ എന്തെങ്കിലും ഒരു സംഭാവനയുണ്ട്? ഉണ്ടെങ്കിൽ കൊടുക്കും. ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്ന ഇല്ലെങ്കിലേ ആദ്യം കൊടുത്തിട്ട് വേറെ കൊടുത്താൽ മതി എന്നാണ്. ഇന്ത്യക്കും കേരളത്തിനും ബാധകമായ ഒരു കാര്യമുണ്ട്, തൊഴിൽ കൊടുക്കാൻ പറ്റുന്നത്. ചിലതാറുണ്ട് കേരളത്തിൽ തൊഴിലില്ല, ഇന്ത്യ ഭയങ്കരമായ തൊഴിലാണ്. ഇല്ല, ഇന്ത്യയില് ജോലി ചെയ്യാൻ പ്രായമുള്ള മനുഷ്യരിൽ 15 മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ള മനുഷ്യരിൽ 50% താഴെ ആൾക്ക് മാത്രമേ ജോലി കൊടുക്കുന്നുള്ളൂ. ചൈനയിലെ 75% ആളുകൾക്കും ജോലി കൊടുക്കും. എന്താ ചൈന മുന്നിൽ നിന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. തൊഴിലില്ലായ്മ മറ്റു രാജ്യങ്ങളെക്കാൾ വളരെ കൂടുതൽ. കേരളത്തിൽ ഇങ്ങനെ തന്നെയാണ്. ഇന്ത്യയിലേക്കാൾ കുറവാ തൊഴിൽ വെക്കുന്നവരുടെ എണ്ണം, ഇന്ത്യയേക്കാൾ ഉയർന്നതാ തൊഴിലില്ലാത്തവരുടെ എണ്ണം. എന്തുകൊണ്ടാ? ഇന്ത്യയേക്കാൾ മോശമായിട്ടല്ല കേട്ടാ. ഇന്ത്യയിൽ തൊഴിലില്ലെങ്കിലും ആളുകൾ സെൻസസുകാരൻ വന്ന് ചോദിക്കുമ്പോൾ, സർവേക്കാരൻ വന്ന് ചോദിക്കുമ്പോൾ എന്താ തൊഴിൽ? വീട്ടിൽ കൃഷിയാണ്. ഒരു പെട്ടിക്കട ഉണ്ടാവുള്ളൂ. ചേട്ടനും അനിയനും അനിയൻ്റെ അനിയനും 3 പേരോട് ചോദിച്ചാൽ പറയും ബിസിനസ്സാണ്. പെട്ടിക്കടയിൽ ഒരാൾക്ക് നിൽക്കാനുള്ള പണിയില്ല, 3 പേര്. കേരളത്തിൽ നടക്കില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ തൊഴിലില്ലായ്മ കൂടിയിരിക്കുന്നത്. പഠിച്ചവരാണേ, പഠിച്ചവരങ്ങനെ ചടഞ്ഞു കൂടില്ല. പണ്ടങ്ങനെയായിരുന്നു കേരളത്തിലും കേട്ടോ. ഇപ്പൊ നിങ്ങളിവിടെ എന്തുകാരാ, പറവൂർക്കാരല്ലേ പിരിക്കണേ? തൊട്ടപ്പുറത്ത് വൈക്കത്ത് വായിക്കാൻ കയറി പിരിക്കുവോ? ഇവിടെ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്, പണ്ട് പിരിക്കില്ല. ആ ആറട്ടുഴക്കാർ ഈ 2 പേരും പിരിക്കില്ല. 5 പേര് ഒന്നും തുടത്തില്ല. മാന്യതയ്ക്ക് ചേർന്നതല്ല മറ്റുള്ള കയറി പിരിക്കുന്നത്. എന്താ കാര്യം എന്നറിയോ? കേരളത്തിലുണ്ടാക്കിയിരുന്ന കയറി പിരിക്കാൻ ഒരു 1.5 ലക്ഷം പേരുണ്ടെങ്കിൽ മതി. കണക്ക് പ്രകാരം 5 ലക്ഷം പേരാ പണിയെടുക്കണേ. നമ്മൾ പണ്ടൊക്കെ പറഞ്ഞിരുന്ന 5 ലക്ഷം പേര് പണിയെടുക്കുന്നതാണ്. 5 ലക്ഷം പേരുടെ പണി അല്ല, 2 ലക്ഷം പേരുടെ പണി 5 ലക്ഷം പേർക്കിടയിൽ വീതം വെക്കുന്നൊരു ഏർപ്പാടാണ്. ഞങ്ങളുടെ നാട്ടിൽ ഈ കയറ് ഞങ്ങൾ പിരിക്കൂ. ഇങ്ങനെയുള്ള ഒരുപാട് നാട്ടു നടപ്പുകളുണ്ട്. ഞാൻ പറയുന്നില്ല, ഒരു വലിയ സിദ്ധാന്തമാണ് മോറൽ എക്കോണമി എന്ന് പറയുന്നുള്ളൂ. ചെയ്യില്ല. കേരളത്തിൽ നിന്നൊക്കെ ദുർബലമായി വിദ്യാഭ്യാസം എന്നപ്പോ തൊഴിലെങ്കിൽ പുറത്തു വരും. ആ പണി ചെയ്യില്ല. 35 ലക്ഷം തൊഴിലുണ്ട്, അത് ചെയ്യില്ല. ഞങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടി, അതിനനുസരിച്ചൊരു തൊഴിൽ കിട്ടണം. അപ്പോ ഇതാണ് പ്രശ്നം. ഇത് പരിഹരിക്കണം. കേരളത്തിന് ഇങ്ങനത്തെ വികസനം എന്ന് പറയുന്നത് എന്താ? ഈ തൊഴിലില്ലായ്മ പരിഹരിക്കണം. അത് പരിഹരിക്കണമെങ്കിലോ കൂടുതൽ നിക്ഷേപം കേരളത്തിൽ വേണം. ഏതെങ്കിലും മേഖലയിൽ പോരാ, അഭ്യസ്ത വിദ്യർക്ക് യോജിച്ച മേഖലകളിൽ വേണം. കേരളത്തിലോ ഗാർമെന്റ് മേക്കിംഗ് ഫാക്ടറി കൊണ്ട് വെച്ചിട്ട് യാതൊരു കാര്യമില്ലോട്ടാ. ഓറീസിൽ നാളെ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കേണ്ടി വരും. ഇവിടെ വേണ്ടത് നമുക്ക് IT, BT, നാനോ ടെക്നോളജി, ഇങ്ങനെയൊക്കെയുള്ള വ്യവസായങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വ്യവസായം അതിലേക്ക് കൊണ്ടുവരണം. നിലവിലുള്ള എല്ലാ വ്യവസായങ്ങളുടെയും കൃഷിയുടെയും സാങ്കേതിക വിദ്യകൾ ആകെ മാറ്റണം, അത്യാധുനികമാക്കണം. അപ്പൊ ചോദിക്കും, ഇപ്പൊ പണിയെടുക്കുന്നവർക്ക് അപ്പൊ എന്ത് ചെയ്യും? അവർ സംരക്ഷിക്കണം. എന്താ തർക്കം? സംരക്ഷിക്കാത്ത ഒരു നിലപാടെന്ന് പറയുന്നത് ഇടതുപക്ഷ നിലപാടല്ലെന്ന്. നമ്മൾ ആധുനികീകരിക്കുമ്പോൾ ഇന്ത്യയെ പറയാം, ബാക്കിയുള്ളവരും പട്ടിണി കിടന്നാൽ എങ്ങനെ വേണമെങ്കിൽ പോയിക്കോട്ടെ, ഇടതുപക്ഷത്തിന് പറയാൻ പറ്റില്ല.
അങ്ങനെയാണ് വി എസ് സർക്കാരിന്റെ കാലത്ത് ഇൻകം സപ്പോർട്ട് സ്കീം കൊണ്ടുവന്നത്. നമ്മുടെ കൈത്തറി, മത്സ്യം, പനമ്പ്, ഖാദി, ഇവിടെ നിന്ന് എത്ര പണിയെടുത്താലും മിനിമം കൂലി കൊടുക്കാൻ പറ്റൂല. വിറ്റാ കിട്ടുന്ന കാശല്ലേ കൂലി കൊടുക്കാൻ പറ്റൂ. അപ്പൊ എന്താ ചെയ്തേ? കൂലിയുടെ 1/3 സർക്കാർ തരും എന്നാ പറഞ്ഞത്. അതാണ് ഇൻകം സപ്പോർട്ട് സ്കീം. കയർ വ്യവസായത്തെ ആധുനികവൽക്കരിക്കണം. ഇപ്പൊ പരമ്പരാഗതമായിട്ട് കരുതിരിക്കുന്നവരോ അവിടെ ഉൾപ്പെടുന്ന നഷ്ടം സഹിച്ചും സർക്കാർ വാങ്ങി വെക്കും. അങ്ങനെയാണ് സ്വീകരിക്കുന്നത്. ചിലപ്പോ സാമ്പത്തിക പ്രതിസന്ധി പറ്റിയെന്ന് വരില്ല, പക്ഷെ ഇടത് പക്ഷം മനസ്സതാണ് ആ മനസ്സിലാക്കുന്നത്. എന്താ ഇടതുപക്ഷ മനസ്സ്? 2016 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ 1000 രൂപ പെൻഷൻ കൊടുക്കുന്നില്ലേ പറഞ്ഞത്? 1600 കൊടുത്തത്. ഈ 1600 UDF ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊടുത്ത 100 രൂപ അല്ലാതെ എന്തെങ്കിലും ഒരു സംഭാവനയുണ്ട്? അവിടുത്തെ ആശാ വർക്കേഴ്സ് തന്നെ വിറ്റി പറഞ്ഞു. 2006 വി എസ് സർക്കാരിന്റെ കാലത്ത് ഈ ഇരിക്കുന്ന ഇളവകരിയുമാണ് ചർച്ചയ്ക്ക് വന്നത്. 2 ആഴ്ച സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം ഇരുന്നു. എന്നിട്ട് ഇളമരം വന്നു. 700 രൂപ 600 രൂപയാണ്. 6000 രൂപയാക്കണമെന്നുള്ള ഡിമാൻഡ്. ഞാൻ പറഞ്ഞു, ഞാൻ ഈ മന്ത്രിയായിട്ടല്ലേ ഉള്ളൂ, കൈവറപ്പ് മാറിയിട്ടില്ല കേട്ടോ. ഇങ്ങനെയായിരുന്നെങ്കിൽ ചുമ്മാ തിരിച്ചു കൊണ്ട് പറഞ്ഞാല് തുടക്കത്തിൽ തന്നെയല്ലേ. അത് ഞാൻ പറഞ്ഞു, ഇതാണ് ന്യായമാണ്. ഈ സർക്കാരിന്റെ കാലം ചെന്ന് 6000 ആക്കാം, ഇപ്പൊ 1000 സമരം തീർന്നു. അങ്ങനെയല്ലേ തീർന്നത്? അങ്ങനെയല്ലേ 6000? അത് കഴിഞ്ഞ് അടുത്ത സർക്കാർ 1000 കൂട്ടിക്കൊടുത്തു. എന്തുവാ കോൺഗ്രസിന്റെ സംഭാവന? 10 പൈസ. ഇത് കരിമീനെയും ഇടതുപക്ഷത്തേക്ക് കളിയാക്കി നടക്കുന്നവര്. ഇടതുപക്ഷം മനസ്സിതാണെന്ന് ഉണ്ടെങ്കിൽ കൊടുക്കും. ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്ന ഇല്ലെങ്കിലേ ആദ്യം കൊടുത്തിട്ട് വേറെ കൊടുത്താൽ മതി. പെൻഷൻ കൊടുത്തിട്ടേ ബാക്കിയുള്ളൂ. അതിലേക്ക് ഞാൻ വരാം. നമ്മൾ പറഞ്ഞു വന്നത് മഴ മാറിപ്പോയി. കേരളത്തിൽ ഇവിടെ തൊഴിലുണ്ടാക്കിയേ പറ്റൂ. അത് നിക്ഷേപം വേണം, നവീകരണം വേണം. ഇനി ഇവന്മാര് വരാനും സ്വപ്പം അമാന്തം കാണിച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്നല്ല, പുതിയ ചെറുപ്പക്കാര് പിള്ളേര് അവിടെ സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരണം. കേരളത്തിൽ പറയും തൊഴിലാളിയുടെ പ്രശ്നം കൊണ്ടാണ് കേരളത്തിൽ വ്യവസായം. അല്ലെന്ന് മുതലാളിയുടെ പ്രശ്നം കൊണ്ടാണ്. കേരളത്തിലെ സംരംഭക ചരിത്രം എടുത്ത് ഒരു മാർവാടി ജാതിയെ കാണിക്കാൻ പറ്റുമോ? ഒരു പാഴ്സി സമൂഹത്തെ കാണിക്കാൻ പറ്റുമോ? ചെട്ടിയാർ സംരംഭകത്തെ കാണിക്കാൻ പറ്റുമോ? കേരളത്തിലെ പഴയ സംരംഭകരുടെ ചരിത്രം എന്ന് പറയുന്നത് കച്ചവടമായിരുന്നു. അത് ബ്രിട്ടീഷുകാർ വന്ന് ആധിപത്യം സ്ഥാപിച്ച് ബ്രിട്ടീഷ് കമ്പനി എടുത്തപ്പോൾ അതിനും മാറി. പിന്നെ കൃഷിയിലേക്ക് പോയി, വാണിജ്യ കൃഷിയിലേക്ക്, എസ്റ്റേറ്റിലേക്ക്. അവിടെ ഉള്ളൂ. അതിന് തൊഴിലാളിയെ കുറ്റം പറഞ്ഞിട്ടുണ്ട് കാര്യം? ബോംബെ ആയിരുന്നില്ലേ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഡീറ്റെയിലും ഒന്ന് വ്യവസായം പോയി അവിടെ നിന്ന്. അപ്പൊ നമുക്കിനി സംരംഭകർ വേണം, നിക്ഷേപം വേണം. പുറത്തുനിന്ന് വരട്ടെ, ഇതിലും നാട്ടിൽ പുതിയ തലമുറ സംരംഭകരുണ്ടാവും. ഇത്തരത്തിലുള്ളൊരു സമൂഹത്തെയാണ്, സമ്പദ്ഘടനയാണ് വിജ്ഞാന സമ്പദ്ഘടന എന്ന് പറയുന്നത്. ആധുനിക വിജ്ഞാനത്തിന്റെ സാങ്കേതിക അടിത്തറയിലുള്ള ഒരു സമ്പദ്ഘടന. ആധുനിക ശാസ്ത്രം ഉൽപാദനക്ഷമത ഉയർത്തും. അപ്പൊ കൂലി കൂടുതൽ കൊടുക്കാം. നല്ല വരുമാനമുള്ള ഉദ്യോഗങ്ങൾ കേരളത്തിലുണ്ടാവും. അതിന് തടസ്സം എന്താ?
അതിന് തടസ്സം ഈ മുതലാളിമാര് വരുമില്ലെന്ന് നമ്മളെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമല്ല. ബോംബെയിൽ മുടക്കാൻ വന്ന മുതലാളിയെ ബോഡി വിളിച്ച് ഇവിടെ ഗുജറാത്തിൽ കൊണ്ടുപോയി. ചെറിയതൊന്നുമില്ല, 1 ലക്ഷം കോടി രൂപ എങ്ങോട്ട് മുടക്കാവുന്നവരാണ്. അങ്ങോട്ട് കൊണ്ടുപോയി ഗിഫ്റ്റ് സിറ്റി ഉണ്ടാക്കണ. ഗുജറാത്തിൽ മതി, എറണാകുളത്ത് വേണ്ട, ജില്ലയിൽ വേണ്ട എന്ന ഇപ്പൊ കക്ഷി പറയുന്നത്. അപ്പൊ നമ്മളെ ആശ്രയിച്ചിരിക്കുന്നതല്ല. എന്നാൽ അവരെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ നമുക്കുണ്ടാക്കാം. അപ്പോ വിട്ടുവീഴ്ചയില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. പാവങ്ങളുടെ പണം കൊടുത്ത് അവിടെ കൊടുക്കാൻ പറ്റൂല. പാവങ്ങളില്ലെങ്കിൽ പിന്നെ ഇടതുപക്ഷമല്ല. 2, ട്രേഡ് യൂണിയൻ അവകാശം വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. തീരുമാനമെടുത്ത തീരുമാനം നടപ്പാവും. തീരുമാനത്തിന്റെ അപ്പുറം ഒരു കാര്യം ചോദിക്കാൻ പറ്റില്ല. അനാരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിരുത്സാഹപ്പെടുത്തും. തമിഴ്നാട്ടിൽ ചെയ്ത് കേരളത്തിൽ ചെയ്യില്ല. ഇവിടെ കേരളത്തിൽ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതിനുള്ളിൽ നിന്നുകൊണ്ട് പഴയ ശത്രുവൊന്നുമില്ല. 50കളിൽ ഞങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പറയുന്നില്ല. നാടിന്റെ ഈ വളർച്ചയ്ക്ക് വേണം സംരംഭം കൊണ്ടുവരണം. ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഇവര് വന്നു കഴിഞ്ഞാലേ അതിനുള്ള പശ്ചാത്തല സൗകര്യം കേരളത്തിൽ വേണം. ഈ യൂറോപ്പിൽ നിന്ന് പറന്ന് ഇവിടെ നമ്മുടെ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങാനായിട്ട് ഒരു 8 മണിക്കൂർ മതി, 7 മണിക്കൂർ. അവിടെ നിന്ന് കോഴിക്കോട് പോകണമെങ്കിൽ 12 മണിക്കൂർ വേണമെങ്കിൽ എന്ത് ചെയ്യും? ഈ പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടണം. 3, പുതിയ സംരംഭകത്വം വരണമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയുള്ള വിജ്ഞാനം സൃഷ്ടിക്കുന്ന സർവകലാശാലകൾ വേണം. വിജ്ഞാനം പകർന്നു കൊടുത്താൽ പോരാ, പുതിയ വിജ്ഞാനം ഉണ്ടാക്കണം. പിന്നെ ഒന്നുകൂടി, അങ്ങനെ പഠിച്ചിറങ്ങുന്ന പിള്ളേരെ ഈ പറയുന്ന ആധുനിക തൊഴിലുകൾ ചെയ്യാൻ പ്രാപ്തരായിരിക്കണം, എംപ്ലോയബിൾ ആയിരിക്കണം, സ്കിൽഡായിരിക്കണം. ഇത് ചെയ്യാനൊക്കെ കേരളം ശ്രമിക്കുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ പേര് മാറ്റി കിടന്ന് വെറുതെ വർത്താനം പറയില്ല. കേന്ദ്രം പറയുന്നു ഇതിലേറ്റവും നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായ സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. പശ്ചാത്തല സൗകര്യം, ഈ കിഫ്ബി തുടങ്ങിയിട്ടുള്ള റോഡുകളും പാലങ്ങളും തീർന്ന കേരളം മാറിയിരുന്നു. ആ കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ തീർത്തിട്ട് പോയത്. 2 വർഷം വെറുതെ പോയി. അപ്പൊ തർക്കമൊക്കെ ഉണ്ട്, ആ തർക്കമൊക്കെ നിൽക്കട്ടെ. കേന്ദ്രം ഒരു തടസ്സം സൃഷ്ടിക്കുമ്പോൾ നമ്മളെ മറികടക്കാൻ വേറെ ഉപായം കണ്ടെത്തും കേട്ടോ. കൈ കെട്ടിരിക്കുക, കേന്ദ്രം സമ്മതിച്ചില്ലേ എന്ന് പറഞ്ഞിരിക്കാനല്ല പോകുന്നത്. ഉന്നത വിദ്യാഭ്യാസം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഈ പറഞ്ഞ 3ഉം 4ഉം ജനകീയമായി ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. കിഫ്ബിയിൽ എന്ത് ജനകീയത? ഉന്നത വിദ്യാഭ്യാസം മാറ്റുന്നതിന് നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം പ്രാദേശികമായിട്ടുള്ള ജനങ്ങൾ പഠിച്ചുകൂടിയിട്ട് കാര്യമുണ്ടോ? വ്യവസായം വേണം, നിക്ഷേപം വേണമെങ്കിൽ മുതലാളി തീരുമാനിക്കണം. അവരെ എംപ്ലോയബിൾ ആക്കാൻ ആധുനിക മേഖലയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് കേരളത്തിൽ വ്യവസായം വരുന്നതിന് സ്വപ്പം താമസമുണ്ടെങ്കിൽ അവർക്ക് പുറത്ത് നല്ല ജോലി കൊടുക്കാം. കേരളത്തിലെ തൊഴിലില്ലായ്മയും കേരളത്തിൽ തൊഴിലെടുക്കുന്നതെണ്ണവും ദേശീയ ശരാശരിയേക്കാൾ മെച്ചപ്പെട്ടതാക്കാം. അതൊരു ജനകീയ പരിപാടി. ജനങ്ങളില്ലാത്ത പറ്റത്തില്ല. നമ്മൾ ചെയ്യാൻ പോണതേ 5 ലക്ഷം കുട്ടികൾ അവസാന വർഷം പഠിക്കുന്നവരുണ്ട്. അടുത്ത ഓഗസ്റ്റ് മുതൽ അവർക്കൊക്കെ ഏതെങ്കിലും ജോലിയിലേക്ക് നയിക്കുന്ന സ്കില്ല് കൂടി പഠിക്കേണ്ടി വരും. അപ്പൊ ഇപ്പോഴുള്ള മാഷന്മാരിൽ ഇതം പഠിപ്പിക്കുമോ? പ്രയാസമാണ്. അതുകൊണ്ട് ഓരോ കോളേജില് അവിടെ പഠിക്കുമ്പോൾ വിദേശത്ത് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിരിക്കുന്ന ഇങ്ങനെയുള്ള ആളുകളെ വിളിക്കും. നിങ്ങൾ പഠിച്ച ക്ലാസ് മുറിയിൽ ഇന്നിരിക്കുന്ന പയ്യനെ ഈ കോഴ്സ് ഒന്ന് പഠിപ്പിക്കാൻ
ആഴ്ച തോറും അരമണിക്കൂർ സൂം മീറ്റിംഗ് കൊടുക്കണം. ചെയ്യാറുണ്ടോ? വാ. നമ്മൾ 50,000 മധ്യസ്ഥ വിദ്യ മെന്റർമാരെയാണ് അണിനിരത്താൻ പോകുന്നത്. ഒരു സംസ്ഥാനം മുഴുവൻ കുട്ടികളും സ്കില്ലിങ്ങിലേക്ക് പോയിരുന്നു. എന്നിട്ട് കൊടുക്കും കേട്ട മാർച്ചിനുള്ളിൽ 2-3 ലക്ഷം പേർക്ക് തൊഴിൽ. കോളേജ് വിട്ടവർക്കും ഇത് വലിയ ജനകീയമാണ്. ജനകീയ ആസൂത്രണം പോലെ നമ്മൾ ചെയ്യുക. ഇതാണ് നമ്മുടെ മാർഗം. അപ്പൊ കേന്ദ്രം എന്താ അവിടെയാണ് വരുന്നത്. ഇത് ചെയ്യാൻ വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. ഞാനിപ്പോ അടുത്ത കാലത്ത് ശ്രീലങ്കയിൽ പോയിരുന്നു. അപ്പൊ അവിടെ സ്വാതന്ത്ര്യദിനമാണ്. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചത് ഡിസ്നായിലെ ഒരു തകർപ്പൻ പ്രസംഗം അയ്യപ്പനെതിരായിട്ട് കാച്ചും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ടൈറ്റില് ദ ബ്യൂട്ടിഫുൾ ഐലൻഡ്, സുന്ദര ദ്വീപും പുഞ്ചിരിക്കുന്ന മുഖങ്ങളും ആൻഡ് സ്മൈലിംഗ് പീപ്പിൾ. അപ്പൊ ഞാൻ എന്താ വിപ്ലവം ഇങ്ങനെയാണ്? എന്താ ശ്രീലങ്ക ഏറ്റവും വൃത്തിയുള്ള പ്രദേശമാക്കാൻ വേണ്ടിയുള്ള ദേശീയ ക്യാമ്പയിനാണ് നടത്താൻ പോകുന്നത്. അപ്പൊ അന്ന് വൈകുന്നേരം ഞാൻ നമ്മുടെ ഡിസ്നഗിരിന്റെ മറ്റ് രാഷ്ട്രത്തലവന്മാരെ കാണുന്നത്. അപ്പോ അവിടുത്തെ ധനമന്ത്രി, ഡെപ്യൂട്ടി ധനമന്ത്രിയെയും തൊഴിൽ മന്ത്രിയായിട്ടും ഇന്റർവ്യൂ ആണ്. അപ്പൊ അവരോട് ചോദിച്ചു എന്താ വിപ്ലവം എന്റെ കാര്യം. അപ്പൊ അവർ പറഞ്ഞതാണ്, ഞങ്ങൾ വരുന്നതിന് മുമ്പ് കരാർ ഒപ്പിട്ട് നിയമവും പാസാക്കി. ആര്? IMF ആയിട്ട്. ഇനിയിപ്പോ ലംഘിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന വായ്പകളും എല്ലാം അവസാനിക്കും. ഈ കരാറിന് മുമ്പുണ്ടായിരുന്ന സ്ഥിതിയിലേക്ക് രാജ്യം പോകും. ഭക്ഷണമില്ലേ? ഒരു മണ്ടം തീരുമാനമെടുത്ത് രാസവളമൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് നിർത്തിവെച്ച് കൃഷി മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് അരി ഇറക്കുമതി ചെയ്യണം, ഇന്ത്യയിൽ നടക്കാം. അതിന് കാശ് ധരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അതിന് തടസ്സം ഉണ്ടാക്കുന്ന ഒരു പണിക്കും ഇല്ല. ബാക്കി നമുക്ക് ചെയ്യാം. എന്നിട്ട് ഇതൊന്നും ചെയ്ത് വിചാരിക്കുന്നതല്ല. ചെയ്ത കാര്യം എന്താണെന്നറിയോ? നമുക്ക് മലയാളിയൊക്കെ അഭിമാനിക്കാമെന്ന്. എല്ലാ പ്രായത്തിനവർക്കും 3000 രൂപ ആണ് ആദ്യം തീരുമാനങ്ങൾ. 3000 നമ്മുടെ രൂപയിൽ കേട്ടോ, ശ്രീലങ്കൻ രൂപയാണ്. നമ്മുടെ രൂപയിൽ 1000 രൂപ എല്ലാവർക്കും. മുമ്പില്ല. കൃഷിക്കാരുടെ വളം സബ്സിഡി പ്രഖ്യാപനമൊന്നുമില്ല. IMF ദേഷ്യം വരും. ഇതൊക്കെ കുറയ്ക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. തുളുവില് അതങ്ങ് പുനഃസ്ഥാപിച്ചോളും. സകല കുട്ടികൾ നമ്മളെ പോലെ സ്കൂളിൽ പോയ ഒരു നാടാണ് ശ്രീലങ്ക. അപ്പൊ കുട്ടികൾക്കെല്ലാം 6000 രൂപ വെച്ച് പുസ്തകം മേടിക്കാനും ഒക്കെ ആയിട്ട് കാശ്. സ്കൂളിൽ പഠിക്കുന്നുണ്ടോ? അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 വ്യവസായ കേന്ദ്രങ്ങളുണ്ട്. അതിന്റെ സ്വകാര്യവൽക്കരണം നിർത്തിവെച്ചു. ഇത്രയൊക്കെ വലിയ വാചകടിയും മൂക്കൊന്നുമില്ല. ബട്ട് എന്താ കാര്യം? IMF-ന്റെ വ്യവസ്ഥയ്ക്ക് കീഴിൽ നിൽക്കണേ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഒരു ബദലുണ്ടാക്കാൻ ശ്രമിക്കണേ. അതിനെ പുറത്തു കിടക്കണമെങ്കിലോ ശ്രീലങ്കക്ക് തനിച്ച് ചെയ്യാൻ പറ്റില്ല. ഒരുപക്ഷെ നമ്മുടെ ദക്ഷിണേഷ്യ മുഴുവനും കൂടി ഒറ്റക്കെട്ടെടുത്തു കഴിഞ്ഞാൽ നടന്നേ. ലത്തീൻ അമേരിക്കൻ രാജ്യങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നടന്നേക്കാം. ഒറ്റക്കെട്ടൊക്കെ ഒരു രാജ്യത്തിന് പുറത്ത് ചാടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ലത്തീൻ അമേരിക്കയില് ഇടത്തോട്ട് നീങ്ങുന്നു കാണുമ്പോൾ എന്നും ഇടത്തിയിട്ടും 2 അവരുടെ കൂടെ നിർത്താൻ അവർ ശ്രമിക്കുന്നത്. ഐക്യം ഉണ്ടാക്കാൻ പാടില്ല. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാ, പുറത്തു പോയിട്ടല്ല, ഈ ലോക വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാ. ഇവിടെ IMF അല്ല നേരിട്ട് ഭരിക്കുന്നത്. പക്ഷെ IMF-നെ അതേപടി ആശ്രയിച്ചു നിൽക്കുന്ന IMF പരിപാടി നടപ്പാക്കുന്നതിന് എല്ലാ വർഗീയതയും ഭിന്നിപ്പും ഉണ്ടാക്കുന്ന BJP ഭരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പരിപാടി നടപ്പാക്കാനുള്ള തടസ്സം എന്താ? ഒന്ന് ഈ നിയോ ലിബറൽ നയങ്ങളിലാണ്. കൃഷിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇറക്കുമതി നമുക്കൊരു നഷ്ടപരിഹാരം തോന്നുന്നു. ഇന്ത്യക്ക് നേട്ടം ഉണ്ടായിട്ടുണ്ട്. ഈ രാജ്യങ്ങളിലേക്കുള്ള സോഫ്റ്റ്വെയർ കയറ്റുമതി കൂടിയിട്ടുണ്ട്. കേരളത്തിൽ നഷ്ടം, ഭീകര നഷ്ടം.
6.5% വെച്ച് വളർന്നുകൊണ്ടിരുന്ന കാർഷിക മേഖല 2% താഴ്ന്നു. എന്നാൽ കേരളത്തിന് റീപ്ലാന്റിങ്, മത്സരശേഷി വർദ്ധിപ്പിക്കാൻ ഇവിടുത്തെ തേയിലയും കാപ്പിയും അതുപോലെ റബ്ബറും റീപ്ലാന്റ് ചെയ്യാൻ പ്രത്യേക സബ്സിഡി തരൂ. ഒരു പൈസ തരത്തില്ല. അപ്പോൾ ഈ ന്യൂ ലിബറൽ നയങ്ങൾ നമ്മൾ കിട്ടിയിടുകയാണ്. 2, ഫെഡറലിസം. നമ്മൾ സ്വതന്ത്ര രാജ്യമല്ല, ഇന്ത്യ രാജ്യത്തിനുള്ളൊരു സംസ്ഥാനമാണ്. അതുകൊണ്ട് കേന്ദ്രം പണം തരേണ്ടത് നല്ലൊരു പങ്ക്. ഭരണഘടന നമ്മൾ എഴുതിയപ്പോൾ തീരുമാനിച്ചു, നികുതി കൂടുതൽ കേന്ദ്രം പിരിക്കട്ടെ, വികസനം കൂടുതൽ സംസ്ഥാനം ചെയ്യട്ടെ, അത് പിരിക്കണ നികുതിയുടെ ഭാഗം സംസ്ഥാനത്തിന് കൊടുക്കണം. അത് എത്രയെന്ന് തീരുമാനിക്കാനായിട്ട് ഫിനാൻസ് കമ്മീഷനെ വെക്കണം. ആ ഫിനാൻസ് കമ്മീഷൻ നോക്കുമ്പോൾ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അതിന് കൂടുതൽ, മുന്നോക്ക സംസ്ഥാനം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, നമുക്ക് കിട്ടുന്ന കുറഞ്ഞ് 3.9% വിഹിതം കേന്ദ്ര നികുതിയിലുണ്ടായത് ഇപ്പോൾ 1.9%, 2.6% ജനസംഖ്യയുണ്ട്. അതേസമയം കൂടുതൽ കിട്ടുന്ന ബീഹാർ, UP, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഈ സംസ്ഥാനങ്ങളെ കിട്ടിയിട്ട് നന്നാവുന്നുണ്ടോ? കേരളം ഞാൻ പറഞ്ഞു കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംസ്ഥാനങ്ങളൊക്കെ അഖിലേന്ത്യാ ശരാശരി താഴേക്കാ പോയിക്കൊണ്ടിരിക്കണേ. എന്താ കാര്യം? അവരെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഉദാഹരണമൊക്കെ. കേരളം ചെയ്തുപോലെ പിള്ളേരെ പഠിപ്പിക്കുക, ആരോഗ്യത്തിന് നോക്ക്, എന്നാൽ ചെലവാക്കുന്ന പണം അവിടെ തന്നെ ഉണ്ടാവും. ഇവര് പോയിട്ട് വലിയ വ്യവസായശാലയോ ഡാമോ അല്ലെങ്കിൽ റോഡോ ഒക്കെ പണിയാൻ പോയാൽ പണിയാൻ വരുന്നവരും പുറത്തുനിന്നാ വരുന്നത്, പുറത്തുള്ള കമ്പനികളെ വരുന്നത്. മുടക്കുന്ന പണം അവിടെ വട്ടം കറങ്ങില്ല, പിറ്റേ നിമിഷം പുറത്തു പോകും. മൾട്ടിപ്ലയർ ഇഫക്റ്റ് എന്ന് പറയും. ബീഹാറിന് കൊടുക്കുന്നില്ല പണത്തിലെ നേട്ടം ബോംബെക്കാർക്കാ. അതേസമയം കേരളം ചെയ്തപോലെ വിദ്യാഭ്യാസ കാര്യത്തിന് മുടക്കിയാലോ ആ നാട്ടിൽ പട്ടം കിറങ്ങുന്നു. നയം മാറ്റണം, പോട്ടെ, അവർ തരുന്നു, ഇതൊരു അവാർഡാണെന്ന് വെക്കാം. പക്ഷെ പാതി പണം കേന്ദ്രം തരുന്ന 40%. ആ കേന്ദ്രം സ്വേച്ഛ അവർ തരേണ്ടതിന് ഫിനാൻസ് കമ്മീഷനല്ല. ഫിനാൻസ് കമ്മീഷൻ പുറത്ത് 60% ഫിനാൻസ് കമ്മീഷൻ, 40% കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാർ 3 രീതിയിൽ അത് നയം. 1 കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, 2 കേന്ദ്രത്തിന്റെ സ്കീമുകൾ, 3 ദുരന്ത നിവാരണം. 3 ഫിനാൻസ് കമ്മീഷൻ തന്നില്ല. അന്നേരം പിന്നെ കേന്ദ്രം തന്നെ ഈ ജോർജ് കുര്യനും സുരേഷ് ഗോപിയൊക്കെ മറുപടി പറയേണ്ടത് മലയാളിയോട് പറയേണ്ടതാണ്. ഈ കേന്ദ്രാവിഷ്കൃത സ്കീം ആശാ വർക്കേഴ്സിന്റെ അടക്കം മറ്റ് സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുമ്പോൾ കേരളത്തിന് വരുന്നത് മൊത്തം ചെലവാക്കുന്നതിന്റെ 1.6% മാത്രമൊന്നും, 2.6% ഉള്ള ജനങ്ങളുള്ള കേരളത്തിൽ എല്ലാ സ്കീമുകളും കൂട്ടിയിട്ട് ആ തൊഴിലുറപ്പ് ജനസംഖ്യ അനുഭവമായി കിട്ടുന്ന രജിസ്റ്റർ അതുകൂടി കൂട്ടിയാൽ പോലും 1.6% കേരളത്തിന് കിട്ടുന്നത്. എന്തേ ഈ വിഭജനം? ഫിനാൻസ് കമ്മീഷന്റെ മാനദണ്ഡം ഒന്നും ഇതിന് ബാധകമല്ലല്ലോ. എന്നിട്ട് ഫിനാൻസ് കമ്മീഷൻ തരുന്ന പോലും നമുക്ക് തരുന്നില്ല. 2 കേന്ദ്രത്തിന്റെ സ്കീമുകൾ കൊണ്ടുവരുന്നു. കേന്ദ്രത്തിന്റെ സ്കീമിന്റെ പണം എന്താ? പണ്ടേ പഞ്ചവത്സര പദ്ധതി എന്നും പറഞ്ഞൊരു ഏർപ്പാടുണ്ടായിരുന്നു. ഇപ്പൊ പ്ലാനിംഗ് കമ്മീഷനാണ് എന്തൊക്കെ കാര്യങ്ങൾ നടത്തണം, എവിടെ വേണമെന്നൊക്കെ തീരുമാനിക്കണം. ഇപ്പൊ പഞ്ചവത്സര പദ്ധതി ഇല്ല, ആ പണമൊക്കെ കേന്ദ്രത്തിന്റെ കയ്യിലാണ്. അതെടുത്തിട്ടാണ് ഈ ബീഹാറിനും UPക്കും ആസാമിനും ഒക്കെ വാരിക്കോരി കൊടുക്കുന്ന, ആന്ധ്രക്കും ഒക്കെ ഒരു പൈ സ്പെഷ്യലായിട്ട്, സ്പെഷ്യൽ ഗ്രാൻഡ് ആയിട്ട് ഒരു പൈ തരാൻ തയ്യാറായിട്ടുണ്ടോ കേരളത്തിന്? ഇപ്പോ മാർച്ച് മാസം 31 ചെലവായിട്ടുണ്ട് 592 രൂപ വയനാടിന് വന്നു. എന്തിന്ന് അറിയാമോ? ഭരണഘടന പ്രകാരം
എത്ര വായ്പ എടുക്കാമെന്ന് കേന്ദ്രം പിന്നെ ഓരോ സംസ്ഥാനത്തിൽ തീരുമാനിച്ചു കൊടുക്കാം. ഒരു കണ്ടീഷൻ ഉണ്ട്, സംസ്ഥാനത്തിന് കേന്ദ്രത്തോട് ബാധ്യത വേണം. പണ്ട് കേന്ദ്രമായിരുന്നു എല്ലാ വായ്പ എടുത്ത് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിരുന്നത്. ആ 91 അവസാനിച്ചു. സംസ്ഥാനം നേരിട്ട് വായ്പ എടുക്കലാണ്. ഈ 30 വർഷം കൊണ്ട് മുമ്പ് കേന്ദ്രം തന്ന വായ്പയൊക്കെ തിരിച്ചടച്ചു കഴിഞ്ഞു. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന്റെ പിടിയിൽ പുറത്തു പോകും. കേന്ദ്രത്തിന് ബാധ്യതയില്ല, നമുക്ക് ഇഷ്ടം പോലെ വായ്പ എടുക്കാം. അപ്പൊ അവർ ചെയ്തു ഉപായം കേട്ടാ, 1 ലക്ഷം കോടി രൂപ മൂലധന ചെലവിന് 50 വർഷം കൊണ്ട് തന്നാൽ മതി, പലിശയില്ല എന്ന ഗ്രാൻഡ് വന്നാൽ പോരെ. ഏതെങ്കിലും സംസ്ഥാനത്തിന് വേണ്ടെന്ന് നോക്കാൻ പറ്റും. കേന്ദ്രത്തിന് കടപ്പെടുത്തിയിട്ട് നമ്മളെ കീഴടക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടാണ്. അങ്ങനെ 592 കോടിയൊന്നും മാർച്ചിന് ചെലവാക്കണം. ഒരു കണ്ടീഷൻ ഉണ്ട്, ചെലവാക്കാത്ത പണം മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കും. അടുത്ത വർഷം 590 കുറയും. കഴിഞ്ഞ വർഷം 0 കിട്ടിയത് കേരളത്തിന്. എന്താ, അതിക്ക് മുമ്പുള്ള വർഷം മാർച്ച് 22-നാണ് കേരളത്തിന് 60 കോടി തന്ന. ബാക്കിയുള്ളത് പാതി വർഷം കഴിഞ്ഞിട്ട്. ബാക്കി സംസ്ഥാനങ്ങൾക്കൊക്കെ വർഷാരംഭത്തിൽ കൊടുക്കും. കേരളത്തിന് മാർച്ച് മാസമാകുമ്പോൾ തരും. അപ്പൊ പിന്നെ അടുത്ത വർഷം ഉണ്ടാവില്ല. എന്ത് ഈ കേന്ദ്രം ചെയ്യണത്? ഇതൊക്കെ പോരാഞ്ഞിട്ട് നമ്മുടെ കിഫ്ബി അതിനെ തകർക്കാൻ ദേശീയപാത അതോറിറ്റി ചെയ്യുന്നതിന് നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. ദേശീയപാത അതോറിറ്റിക്ക് ചെയ്യാം, നമുക്ക് പാടില്ല. കത്തിക്കുമ്പോഴോ നിങ്ങൾ സംസ്ഥാനം, ഞങ്ങൾ കേന്ദ്രം, ഞങ്ങൾ ചെയ്യും, നിങ്ങൾ ചെയ്യാൻ പാടില്ല, അത്ര തന്നെ. വേറെ ഒരു ന്യായമില്ല. ശരി, കേന്ദ്രം എന്ത് ചെയ്യാം? ഈ ഫെഡറൽ സംവിധാനമല്ലേ. ഇപ്പൊ നിങ്ങൾ പറയുന്നത് സംസ്ഥാന സർക്കാർ ഇതിന് പണം കൊടുക്കുന്നില്ലല്ലേ? ശരി, എന്നാ ഞങ്ങള് ടോളാക്കാം, അല്ലെങ്കിൽ റവന്യൂ മോഡലിലേക്ക് പോകാം. സംസ്ഥാന സർക്കാരിന് വരുമാനം ഉണ്ടാക്കാനായിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞു നടക്കണ്ട കേട്ടോ. നമ്മുടെ ദേശീയപാത ചെയ്യുന്ന പോലെ 20 വർഷം കൊണ്ടല്ല, 50 വർഷം കൊണ്ട് പിരിച്ചാൽ മതി. അപ്പൊ ഇപ്പൊ എത്ര കിട്ടുന്നത്? 5 രൂപ 10 രൂപ അതല്ലേ ഫീസ് വരുള്ളൂ. 2 സ്കൂട്ടർ, 2 വീല്, 3 വീല് വേണ്ട, പ്രദേശവാസികൾ വേണ്ട. പക്ഷെ മോഡല് മാറി. ഇതാണ് ഫൈറ്റ്. IMF വല്ലതെന്ന് പറയും, അവരനുസരിക്കും, പക്ഷെ വേറെ ചെയ്യും. കേന്ദ്രം പറയും നമുക്ക് നമ്മുടെ അജണ്ടയുണ്ട്, അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അപ്പോ 5 മിനിറ്റ് ഉണ്ട്. കേന്ദ്രത്തിന്റെ ഈ നിയോ ലിബറൽ നയങ്ങൾ നമ്മുടെ ഈ പുതിയ പാതക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുക. അതുകൊണ്ട് എന്താ, ഒരു തടസ്സം ഉണ്ടാക്കുമ്പോൾ വേറെ വഴി തുറക്കണം. കേരളം കീഴടങ്ങാൻ പോണില്ലെന്ന്. പക്ഷേ കേരളത്തിൽ 5-ാം പത്തികളുണ്ട്. ഞാൻ അങ്ങനെ അവരെ വിളിക്കുന്നത്. എന്താ 5-ാം പത്തിന്ന് വിളിച്ചത്? ഈ കേന്ദ്രം ഇത് ചെയ്തിട്ടേ ഈ കേരളത്തിൽ നിന്ന് പൊട്ടിത്തെറിയുണ്ടായ നമ്മൾ ജാഥ നടത്തി, സത്യാഗ്രഹം നടത്തി. എന്താ കാര്യം? കേരളത്തിലെ പ്രതിപക്ഷം, കുറച്ച് ബുദ്ധിജീവികള്, മാധ്യമങ്ങള് വേറൊരു നരറ്റീവ് ഉണ്ടാക്കിയാണ്. എന്താ നരറ്റീവ്? കേരളം കടം മേടിച്ച് മുടിയാൻ പോവുകയാണ്, ശ്രീലങ്ക പോലെ പോവുകയാണ്. ആ ശ്രീലങ്കയിലെ ജനങ്ങൾ ഇടതുപക്ഷത്തെ ജയിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അതിങ്ങനെ മനസ്സിൽ കയറിയിരിക്കണം. ആ പ്രേതം ഒഴിപ്പിക്കണം, അതിനുള്ള പ്രചാരണം വേണം. എന്നിട്ട് നമ്മുടെ പരിപാടിയുമായിട്ട് പോകുന്നു. കേരളം ഇന്ത്യക്ക് മുന്നിൽ, ലോകത്തിന്റെ മുന്നിൽ ശ്രീലങ്ക എങ്ങനെ ഒരു മാതൃകയാകുന്നു, ശ്രീലങ്ക ചെയ്യണം. ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ലത്തീൻ അമേരിക്കയിലോ അങ്ങനെ തന്നെയാണ്. നമ്മൾ ലോകത്തിന്റെ മുന്നിൽ ഇടതുപക്ഷത്തിന് ലോകത്തിലെ ഇന്ത്യയുടെ മുന്നിൽ ഭൂരിപക്ഷം. അത് ഇന്ത്യയിൽ വരാൻ പോകുന്ന രാഷ്ട്രീയ രൂപാന്തരത്തിന്, മാറ്റത്തിന് ഒരു പ്രേരക ശക്തിയായിട്ട് മാറും. വേറിട്ടൊരു കേരളം, വേറൊരു പാത സ്വീകരിക്കുന്ന കേരളം, എല്ലാ പ്രതിബദ്ധതകളെയും തരണം ചെയ്തുകൊണ്ട്. അപ്പോ ഇതിന്റെ പ്രചാരണം വളരെ പ്രധാനമാണ്. അതുകൊണ്ട്
ജന്മദിനാബ്ദി ആഘോഷത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ഇങ്ങനൊരു വിഷയം ചർച്ചയ്ക്കെടുത്തത് ഏറ്റവും നന്നായി.